വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 35/2025 എന്ന കോഡോട് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടൻസി ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുക. ഇതൊരു അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം ഡേറ്റ് വന്നിട്ട് 17/5/2026 ആയിരുന്നു. കോഡ് 35/2025 ആണ്. അപ്പോൾ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പറേറ്റീവിലൂടെ കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ടെലഗ്രാം വഴിയാണ് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓഡിയോ ക്ലാസ് പ്ലസ് നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ നോട്ട്സും അവിടെ PDF ഫോൾഡർ വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസേഴ്സ് നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് ആൻസേഴ്സിൽ എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇഫ് എ ബിൽ ഓർ പ്രോമിസറി നോട്ട് matures ഫോർ പേയ്മെൻറ്റ് ഓൺ പബ്ലിക് ഹോളിഡേ ഡിക്ലെയർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് NI Act, ഇറ്റ് ബിക്കംസ് പേയബിൾ ഓൺ. അപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാണാത്ത നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കണം നിങ്ങൾ. ഈ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ അതുപോലെ തന്നെ പ്രൊമോഷൻ ടെസ്റ്റിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലർക്കിന് കയറി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ബില്ല് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് മെച്യൂർ ആവുകയാണ് അല്ലേ, പബ്ലിക് ഹോളിഡേ ആണ് മെച്യൂർ ആവുന്നത്. അപ്പോൾ സെക്ഷൻ 25 അത് പറയുന്നത്. ഇറ്റ് ബിക്കംസ് പേയബിൾ ഓൺ, അതെന്നാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സക്സീഡിങ് ബിസിനസ് ഡേ, നെക്സ്റ്റ് പ്രസീഡിങ് ബിസിനസ് ഡേ, നൺ ഓഫ് ദി എബോവ്. ഇത് അത്രയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നെക്സ്റ്റ് പ്രസീഡിങ് ബിസിനസ് ഡേ ആണ് പിന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രസീഡിങ് ബിസിനസ് ഡേ ആണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ആസ് പെർ KYC ഗൈഡ് ലൈൻസ് കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി ഓഫ് എ ബാങ്ക് ഷുഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബാങ്ക് വിൽ നോട്ട് ഓപ്പൺ ആൻ അക്കൗണ്ട്. ഓപ്ഷൻ A, which is operated by a third person on behalf of the account holder for a professional intermediary for its client. അതുപോലെ ഇൻ ബിനാമി നെയിം, പിന്നെ വിത്തൗട്ട് എ പാൻ. അതിൽ KYC ഗൈഡ് ലൈൻസിൽ കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി പ്രകാരം ബാങ്ക് ഏത് തരം അക്കൗണ്ടുകളാണ് തുറന്നു കൊടുക്കാത്തതെന്നാണ്. വിൽ നോട്ട് ഓപ്പൺ അല്ലേ ചോദിച്ചിട്ടുള്ളത്. അക്കൗണ്ട് തുടങ്ങാത്തത് ഏത് പേരിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഒരു തേർഡ് പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രൊഫഷണൽ ഇൻ്റർമീഡിയറി ഫോർ ഇറ്റ്സ് ക്ലയൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ബിനാമി നെയിമിൽ KYC ഗൈഡ് ലൈൻസ് പ്രകാരം എന്തില്ല, കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി പ്രകാരം ബാങ്ക് വിൽ നോട്ട് ഓപ്പൺ ആൻ അക്കൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു പാൻ ഇല്ലെങ്കിലും എന്ത് ചെയ്യും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യും അല്ലേ. പിന്നെ വലിയ എമൗണ്ടുകൾ വരുമ്പോഴാണ് പാൻ വേണ്ടി വരിക. അപ്പോൾ ഇവിടെ ഇൻ ബിനാമി നെയിമാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ ക്ലർക്കിന് ചോദിക്കാത്തതാണ്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കാം. ആസ് പെർ KYC ഗൈഡ് ലൈൻസ് കസ്റ്റമർ ആക്സെപ്റ്റൻസ് പോളിസി ഓഫ് എ ബാങ്ക് ഷുഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബാങ്ക് വിൽ നോട്ട് ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ബിനാമി നെയിം. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഡോക്യുമെൻറ്റ്സ് സ്റ്റേറ്റഡ് ബിലോ ഈസ് നോട്ട് ആൻ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റ്. ഇത് നമുക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. OVD ഫോർ നെയിം പ്രൂഫ് ആൻഡ് അഡ്രസ് പ്രൂഫ് ആസ് പെർ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇതിൽ നോട്ടാണ്, വരാത്തതാണ് കേട്ടോ. അതന്നെ വരാത്തത് നമുക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. സെയിം വേറൊരു മോഡലാണ് ചോദിച്ചത്, പക്ഷേ ഓപ്ഷൻസൊക്കെ തന്നെയായിരുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. പാൻ കാർഡ് ഉണ്ട്, ജോബ് കാർഡ് ബൈ NREGA, അതുപോലെ പാസ്പോർട്ട്, ആധാർ കാർഡ്, അതൊക്കെ നമ്മുടെ OVDയുടെ ലിസ്റ്റിൽ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻറ്റിൻ്റെ ലിസ്റ്റിലുള്ളതാണ്. ഇല്ലാത്തത് ഏതാണ്? പാൻ കാർഡാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. പാൻ കാർഡാണ് ഇല്ലാത്തത്. അപ്പോൾ പാൻ കാർഡാണ് ഉത്തരമായിട്ട് വരിക. അത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. മറ്റ് രണ്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല, പുതിയതാണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നോ യുവർ കസ്റ്റമർ ആർ. KYCയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. KYCയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണതും ചോദിക്കാത്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ടു എൻഷ്യൂർ അപ്രോപ്രിയേറ്റ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ, ടു മോണിറ്റർ ട്രാൻസാക്ഷൻസ് ഓഫ് സസ്പീഷ്യസ് നേച്ചർ, ടു എൻഷ്യൂർ ഇഫ് ലോൺ ഈസ് ഗിവൺ ഇറ്റ് വുഡ് നോട്ട് ബിക്കം ആൻ NPA, ഓൺലി A and B. ഇതാണ് ഏതാണ് നമ്മുടെ KYCയുടെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടു എൻഷ്യൂർ അപ്രോപ്രിയേറ്റ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് KYCയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് അല്ലേ. കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആണോ നോക്കണം. അതുപോലെയാണ് സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യണം. അതും ആരുടെ ഒബ്ജക്റ്റീവാണ്? KYCയുടെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഓൺലി A and B ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓൺലി A and B ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക.
അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എളുപ്പമാണ്. വാട്ട് ഡസ് ടി, RTGSലെ ടി എന്താണെന്ന്. റിയൽ ടൈം അല്ലേ, അപ്പോൾ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് RTGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ് കേട്ടോ, ടൈം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം ലിമിറ്റ് ഫോർ ഫണ്ട് ട്രാൻസ്ഫർ ത്രൂ NEFT? NEFTയിലെ മാക്സിമം ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ലിമിറ്റ് NEFTയിൽ ഉണ്ടോ? മാക്സിമം ലിമിറ്റ് ഉണ്ടോ? പറയുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നോ മാക്സിമം ലിമിറ്റ് ഫോർ NEFT. മാക്സിമം ലിമിറ്റ് NEFTയിൽ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒരു നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ആണോ, ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ആണോ? ബോത്ത് ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ആൻഡ് നോൺ ഫണ്ട് ബേസ്ഡ്, നൺ ഓഫ് ദി എബവ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എന്താണ്? ഒരു ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ആണ് ക്യാഷ് ക്രെഡിറ്റ് കേട്ടോ. ക്യാഷ് ക്രെഡിറ്റ് ഈസ് എ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് വൺ വിച്ച് റിമൈൻഡ് ആസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഫോർ എ പീരിയഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എത്ര നാൾ, ഒന്നെങ്കിൽ എത്ര നാൾ കിടന്നാലാണ് അതിനെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് റിമൈൻഡ് ചെയ്യുക അല്ലേ. NPA കാറ്റഗറിയിലുള്ള ഒരാളാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര നാൾ കഴിയുമ്പോഴാണ് ആ ഒരു ഇതിലെത്തുക. അപ്പോൾ 12 months ആണോ, 6 months ആണോ, 90 days ആണോ? NPA ആവുന്നത് 90 days ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ പീരിയഡും പഠിക്കണം. എന്നൊക്കെ ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 12 months ആണ് കേട്ടോ. 12 months ആണ് ഉത്തരമായിട്ട് വരുന്നത്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് വൺ വിച്ച് റിമൈൻഡ് ആസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഫോർ എ പീരിയഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months ആണ് ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹൈപ്പോത്തിക്കേഷൻ ഈസ് ആൻ ഇംപ്ലൈഡ് പ്ലഡ്ജ് ഇൻ കേസസ് ഫോർ. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണയം വെക്കലാണ് അല്ലേ. അപ്പോൾ പണയം വെക്കുന്ന ഒരു കാര്യമാണ് ഹൈപ്പോത്തിക്കേഷൻ. ഇതൊരു ഇംപ്ലൈഡ് പ്ലഡ്ജ് ആവുന്നത് ഏത് കേസിലാണെന്നാണ്. ഇംപ്ലൈഡ് പ്ലഡ്ജ് ഒരു പണയം പോലെ തന്നെ ആണ് ഹൈപ്പോത്തിക്കേഷൻ. അപ്പോൾ അതാവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെലിവറി ഓഫ് ഗുഡ്സ് നൽകുമ്പോഴാണോ, കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ഒബ്ലിഗേഷൻ ഈസ് ഗിവൺ, കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ഗിവൺ, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നമ്മൾ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഗുഡ്സ് അവിടെ ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ RC ബുക്ക് വെച്ചിട്ട് നമ്മൾ പണയവസ്തു എന്ന് പറഞ്ഞിട്ട് RC ബുക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ പകരം നമുക്ക് വണ്ടി നമുക്ക് കൊണ്ടു കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പൊസഷൻ ഓഫ് ഗുഡ്സിൻ്റെ ഒരു ഗോഡൗണിലെ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ പകരം സാധനങ്ങളല്ല കൊണ്ടു കൊടുക്കുന്നത്, പകരം ഗോഡൗണിൻ്റെ കീയാണ് കൊണ്ടു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെയാണ് കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ് ഇവിടെ നൽകുന്നത്. മൊത്തം ഗുഡ്സ് അല്ല കൊണ്ടു കൊടുക്കുന്നത്. പക്ഷേ സ്വർണ്ണ പണയം എന്ന് പറഞ്ഞാൽ പ്ലഡ്ജ് പോലത്തെ പണയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ പണയവസ്തു നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. സ്വർണം പൂട്ടിയിട്ട് ആലമാറുടെ താക്കോലല്ല നമ്മൾ കൊണ്ടു കൊടുക്കണം അല്ലേ. സ്വർണം തന്നെയാണ് അവിടെ വസ്തുവാണ് കൊണ്ടു കൊടുക്കുന്നത്, ആധാരമാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ് ഹൈപ്പോത്തിക്കേഷനെ ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജാക്കി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉത്തരമായിട്ട് വരിക എന്താണ്? കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ഗിവൺ. അതാണ് കേട്ടോ ഇവിടെ ഉത്തരമായിട്ട് വരിക. ഹൈപ്പോത്തിക്കേഷൻ ഈസ് ആൻ ഇംപ്ലൈഡ് പ്ലഡ്ജ് ഇൻ കേസസ് ഫോർ കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ഗിവൺ. ചോദിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോവുക കേട്ടോ. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ ഇനി വന്നേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഫോർ എ വാലിഡ് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള ഏജൻസി കോൺട്രാക്റ്റിന് എസെൻഷ്യൽ ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് എസെൻഷ്യൽ ആയിട്ടുള്ളത്? ദ ഏജൻറ്റ് നീഡ് നോട്ട് ഹാവ് എ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്, ദ പ്രിൻസിപ്പൽ ഷോൾ ഹാവ് എ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്, കൺസിഡറേഷൻ ഈസ് എ മസ്റ്റ് ഫോർ അപ്പോയിൻറ്റിങ് ആൻ ഏജൻറ്റ്, ഓൾ ദി എബോവ്. ഇതിലേതാണ് ഉത്തരമായിട്ട് വരിക? അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ളത് ഞാൻ ചോദിച്ചിരുന്നത് വാലിഡ് ഒരു ഏജൻസി കോൺട്രാക്റ്റിന് എസെൻഷ്യലായ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പോൾ ഒരു ഏജൻറ്റിന് നീഡ് നോട്ട് ഹാവ് എ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രിൻസിപ്പളിന് അത് കറക്റ്റാണ് അല്ലേ. ഒരു പ്രിൻസിപ്പളിന് ഷോൾ ഹാവ് എ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതാണ് ഇവിടെ എസെൻഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. പ്രിൻസിപ്പൽ ഷോൾ ഹാവ് എ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് എടുക്കാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻ കേസ് വേർ ബാങ്ക് ഹാസ് ഇഷ്യൂഡ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് DD ആൻഡ് ബോത്ത് ഒറിജിനൽ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആർ പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. രണ്ടും പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, വാട്ട് ഷുഡ് ബാങ്ക് ടു ഡു ഇൻ സച്ച് സിറ്റുവേഷൻ?
ബാങ്ക് എന്ത് ചെയ്യും? അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വന്നു, അതായത് ബാങ്ക് ഹാസ് ഇഷ്യൂഡ് ഡ്യൂപ്ലിക്കേറ്റ് DD, പഴയ DD കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് DD ബാങ്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. പക്ഷേ ബോത്ത് ഒറിജിനൽ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. വാട്ട് ഷുഡ് ബാങ്ക് ഡു ഇൻ സച്ച് സിറ്റുവേഷൻസ്? അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ ബാങ്ക് എന്താണ് ചെയ്യുക? റിട്ടേൺഡ് ബോത്ത് ദ DDs, രണ്ടും റിട്ടേൺ ചെയ്യൂ. ബാങ്ക് ഷുഡ് പേ ദ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് റിട്ടേൺ ദ ഒറിജിനൽ വിത്ത് റിമാർക്സ് DD റിപ്പോർട്ടഡ് ലോസ്റ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സിൻസ് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ്. അതായത് ബാങ്ക് ഡ്യൂപ്ലിക്കേറ്റിന് പണം നൽകുകയും ഒറിജിനൽ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് DD റിപ്പോർട്ടഡ് ലോസ്റ്റ് എന്ന് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സിൻസ് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് എന്നൊരു അക്നോളജ്മെൻറ്റ് കൊടുക്കും. സിൻസ് ഒറിജിനൽ ഈസ് റിസീവ്ഡ് ദ ഒറിജിനൽ DD ഷുഡ് ബി പെയ്ഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ടു ബി റിട്ടേൺഡ്. ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചു കൊടുത്ത് ഒറിജിനലിന് പണം നൽകും എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. നാലാമത്തെ ഓപ്ഷൻ വന്നിട്ടുള്ളത് ബാങ്ക് ഷുഡ് ഗെറ്റ് കൺഫർമേഷൻ ഫ്രം പർച്ചേസർ ആൻഡ് പേ അക്കോർഡിംഗ്ലി. ബാങ്കിന് കൺഫർമേഷൻ പർച്ചേസറിൽ നിന്ന് കിട്ടണം ആൻഡ് പേ അക്കോർഡിംഗ്ലി, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഇവിടെ ബാങ്ക് ഷുഡ് പേ ദ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ കിട്ടിയാൽ സറണ്ടർ ചെയ്യണം എന്നാണ് പറയുക. ഇനി സറണ്ടർ ചെയ്യാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റും രണ്ടും വന്നു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന് പേ ചെയ്യുകയും ഒറിജിനൽ റിമാർക്സ് കൊടുക്കുകയാണ് ചെയ്യുക. കാരണം DD റിപ്പോർട്ടഡ് ലോസ്റ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സിൻസ് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞ് റിമാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ B ഓപ്ഷനാണ് കറക്റ്റ്. നല്ല ക്വസ്റ്റ്യനാണ്, നോക്കി വയ്ക്കുക. ഓക്കെ, ബാങ്ക് ഷുഡ് പേ ദ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കും. ഡ്യൂപ്ലിക്കേറ്റിനാണ് പേ ചെയ്യുക കേട്ടോ. പേ ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേറ്റിനാണ്. ഒറിജിനൽ റിമാർക്സോട് കൂടിയിട്ട് വേണം റിട്ടേൺ ചെയ്യാൻ. ഓക്കെ, അടുത്തത് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഫോളോയിങ് ഫീൽഡ്സ് ലെഫ്റ്റ് ബ്ലാങ്ക് മേ ബി ട്രീറ്റഡ് ആസ് ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻറ്റ് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ഇൻക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് പൂർത്തിയാക്കാത്ത നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുക. അങ്ങനെ പൂർത്തിയാക്കാത്തത് ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ഭാഗങ്ങളിൽ പൂർത്തിയാക്കാത്തതിനെയാണ് നമ്മൾ ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്നാണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡേറ്റ് ആണോ, നെയിം ഓഫ് പേ ആണോ, എമൗണ്ട് ആണോ, ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പോൾ എന്തും ആവാം. ഡേറ്റ് ആവാം, ചിലപ്പോൾ പേയുടെ പേര് എഴുതാത്തതാവാം, എമൗണ്ട് എഴുതാത്തതാവാം. ഇതൊക്കെ എന്താണ്? ഇൻക്വയറ്റ് ഇൻസ്ട്രുമെൻറ്റ് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് കൊടുക്കുന്നത് എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. ഓൾ ദി എബവ് ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസ്ക് ആർ കവേർഡ് ബൈ BM ഫസൽ ബീമ യോജന. ഫസൽ ബീമ യോജന CSEBയുടെ ഇഷ്ട സബ്ജക്റ്റാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലേ. സോ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കണം. ഈൽഡ് ലോസസിനെ കുറിച്ചിട്ടുള്ള റിസ്ക് കവർ ചെയ്യുമോ? പ്രിവെൻറ്റഡ് സോയിങ് ലോസസ്, അതുപോലെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് ആൻഡ് ലോക്കലൈസ്ഡ് കലാമിറ്റീസ്, ഓൾ ഓഫ് ദി എബവ്. ഏതാണ്? എല്ലാ തരത്തിലും ഉള്ളത് കേട്ടോ. കറക്റ്റ് ആൻസർ D തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ D ആണ്. എല്ലാ തരത്തിലുള്ളത് എന്തുണ്ട് ഇവിടെ ചെയ്തു പോവും. ഈ ഒരു വിളകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടൈപ്പും എന്താണ് PM ഫസൽ ബീമ യോജനയിൽ ഇൻക്ലൂഡഡ് ആണ്. ഈൽഡ് ലോസ് ആയിക്കോട്ടെ, സോയിങ് ലോസ് ആയിക്കോട്ടെ, ഇനി പോസ്റ്റ് ഹാർവസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ലോസസ് സംഭവിച്ചു, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കലാമിറ്റീസ് എന്തെങ്കിലും സംഭവിച്ചു, അതൊക്കെ എന്താണ് ഫസൽ ബീമ യോജനയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. സോ ഇതൊക്കെ ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആസ് പെർ പ്രയോറിറ്റി സെക്ടറൽ ഗൈഡ് ലൈൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ഫാർമേഴ്സ് ടു ഡിസ്പോസ് ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് ഫാർമേഴ്സ് ക്യാൻ ബി അലൗഡ് എ മാക്സിമം ലോൺ ഓഫ്. ഇതൊരു കാണാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നോർമലി നമ്മൾ ചോദിച്ച അല്ലെങ്കിൽ നമ്മൾ നോർമലി പഠിക്കുന്ന ലെവലിൽ ഉള്ള കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രയോറിറ്റി സെക്ടറൽ ഗൈഡ് ലൈനിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫാർമേഴ്സിൻ്റെ ഡിസ്പോസ് ചെയ്യാൻ, പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ഫാർമേഴ്സിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള എത്ര ലാക്ക് മാക്സിമം കൊടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ലാക്ക് മാക്സിമം കൊടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ലാക്ക് മാക്സിമം കൊടുക്കാം? 1, 2, 3, 5 ഇതൊക്കെയാണ് ഓപ്ഷൻസിലുള്ളത്. അപ്പം 5 കോടി വരെ കൊടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. 5 crores പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിലാണ്. അപ്പോൾ ആസ് പെർ RBI പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ഫാർമേഴ്സ് ക്യാൻ ബി അലൗഡ് എ മാക്സിമം ഓഫ് 5 crores ഫോർ ഡിസ്പോസിങ് ഓഫ് പ്രൊഡ്യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഈ അലൈഡ് ആക്സിലറി ആക്ടിവിറ്റീസ് അണ്ടർ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്. പിന്നെ ഈ സ്പെഷ്യൽ ലിമിറ്റ് UCB അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ഡിഫറെൻ്റ് ആണ്. ഇത് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണ് പറയുന്നത് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ഫാർമേഴ്സ് അതിനാണ് ഇവിടെ 5 crores പറയുന്നത് കേട്ടോ.
മറ്റേതിൻ്റെയൊക്കെ ലിമിറ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഭാഗം പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിമിറ്റുകളൊക്കെ നന്നായി നോക്കി വയ്ക്കുക. ഇത് ആ ഭാഗത്തൊന്നും കാണാത്ത നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. സോ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ചിലപ്പോൾ നമുക്ക് ക്ലർക്കിന് കയറി വരാം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ദ കണ്ടെസ്റ്റ് ഓഫ് പിൻ നമ്പർ? പിൻ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്തത് കേട്ടോ. പിൻ സ്റ്റാൻഡ്സ് ഫോർ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്പർ ആണോ? പിൻ ഈസ് സിമിലർ ടു എ പാസ്വേഡ് ആണോ? പിൻ ഈസ് നോട്ട് ഇൻസേർട്ടഡ് ഓൺ ദ ATM കാർഡ്? ഓൾ ദ എബോവ്. ഏതാണ് പിന്നെ പിന്നുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പിന്നെ ഒരു പാസ്വേഡിന് സമമാണ് അല്ലേ? പാസ്വേഡും പിന്നും സെയിം ആണ് അല്ലേ? നമുക്കൊന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പിന്നടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിൻ ഈസ് സിമിലർ ടു പാസ്വേഡ് എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് കൊടുക്കാവുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാങ്കിങ്ങിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 15 നമ്മൾ പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ. മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ നമ്പർ പറയാം കേട്ടോ. 500 രൂപയാണ് നമ്മൾ ഫീസ്. ഒരു 1 ടൈം ഫീസായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. താങ്ക് യു.